പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ആശ്വാസമായിക്കൊണ്ട് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം നടന്നുവരികയാണ്. ഓണത്തോടനുബന്ധിച്ച് അടുത്തടുത്ത് 3 ഗഡുക്കളുടെ പെൻഷൻ വിതരണത്തിലൂടെ 4800 രൂപയോളം ലഭിച്ചത് ലക്ഷക്കണക്കിന് പേർക്കാണ് വലിയൊരു ആശ്വാസമായത്. ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച 3200 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് മിക്കവർക്കും തുക ലഭിച്ചു കഴിഞ്ഞതിനാൽ വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഇപ്പോൾ പ്രധാനമായും പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേർന്നവരിൽ കേന്ദ്രവിഹിതം പെൻഷനിലുള്ളവർക്ക് ആ തുക കുറച്ചാണ് അക്കൗണ്ടുകളിൽ വന്നത്. 2 മാസത്തെ പെൻഷൻ ആയതിനാൽ 400, 600, 1000 എന്നിങ്ങനെയുള്ള കേന്ദ്രവിഹിത തുക കുറവായാണ് ഇങ്ങനെയുള്ളവർക്ക് അക്കൗണ്ടിലെത്തിയത്. ഇങ്ങനെ കുറഞ്ഞ തുക ഈ ദിവസങ്ങളിലും അടുത്ത ആഴ്ചയുമായി എത്തിച്ചേരുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വാർഷിക മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. മാസം 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുടെ 2024 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഈ സെപ്റ്റംബർ 30-ന് അവസാനിക്കുകയാണ്. സെപ്റ്റംബർ 30-നുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് മുടങ്ങുന്നതാണ്. നേരത്തെ ഓഗസ്റ്റ് 24 വരെ ഉണ്ടായിരുന്ന മസ്റ്ററിംഗ് തീയതി പിന്നീട് സർക്കാർ സെപ്റ്റംബർ 30 വരെയായി നീട്ടി നൽകുകയായിരുന്നു. തീയതി ഇനിയും നീട്ടി നൽകുവാനുള്ള സാധ്യത വിരളമായതിനാൽ 30-നുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുന്നത് മുടങ്ങും. പിന്നീട് അവർ എന്നാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിനുശേഷമുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനിടക്കുള്ള മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുകയുമില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 25 വരെയാണ് ഓണമാസ പെൻഷനായ 3200 രൂപയുടെ വിതരണമുണ്ട്. 25-നുള്ളിൽ തന്നെ അക്കൗണ്ടുകളിലും കൈകളിലേക്കുമായുള്ള ഓണമാസ പെൻഷന്റെ വിതരണം പൂർത്തിയാകും. ഓണത്തിന് മുൻപ് തന്നെ പരമാവധി പേർക്ക് പെൻഷൻ നൽകുവാൻ ശ്രമിച്ചുവെങ്കിലും പലർക്കും ഓണത്തിനു ശേഷമാണ് പെൻഷൻ തുക കൈകളിൽ ലഭിച്ചത്. അടുത്ത അറിയിപ്പ് ഇനി അടുത്ത ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം അടുത്ത മാസം, അതായത് ഒക്ടോബർ മാസം അവസാനത്തോടെയാണ് ഉണ്ടാവുക. സെപ്റ്റംബർ മാസത്തിന്റെ അവസാന ദിനങ്ങളിൽ നടത്തേണ്ട ഈ മാസത്തെ പെൻഷൻ തുകയാണ് ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനോടൊപ്പം ഓണത്തോടനുബന്ധിച്ച് ഈ മാസം 2-ാമത്തെ ആഴ്ച മുതൽ സർക്കാർ വിതരണം ചെയ്തത്. അതിനാൽ ഇനി സെപ്റ്റംബർ മാസം അവസാനം ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുകയില്ല. ഇനി പെൻഷൻ തുക ലഭിക്കുന്നതിനായി 1 മാസത്തിലധികം ഗുണഭോക്താക്കൾ കാത്തിരിക്കേണ്ടതായി വരും. എന്തായാലും എല്ലാ മാസവും പെൻഷൻ വിതരണം നടത്തുവാൻ തീരുമാനിച്ചത് 1/2 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.